പ്രിയപ്പെട്ടവരെ, കണിശമായിട്ടും അത് സംഭവിക്കും. കൃത്യമായി നിങ്ങളുടെ കണ്ണത് കണ്ട് ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടടുത്തിന്ന് നിൽക്കുന്ന പരിഹരിപ്പാൻ വയ്യാത്ത ചില വലിയ പ്രശ്നങ്ങളെ നോക്കിയാണ് ദൈവാത്മാവ് പറയുന്നത്, ഇന്നത് നിന്റെ കൺമുമ്പിൽ വീഴും, ഇന്നാ മതിൽ ഇടിയും. ജീസസ്, ഇന്നാ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് തോറ്റ് പിന്മാറിയിരിക്കും. അസാധാരണമായ ദൈവശക്തിയോടുകൂടെ ഇന്ന് ഈ ഒരു ദൂത് നിങ്ങളോട് പറയാൻ കർത്താവ് എന്നെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പറഞ്ഞയച്ചതാണ്. വളരെ വൈകിയാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനാ അനുഭവത്തിലായിരിക്കുന്ന സമയത്ത് ഇത് പോയി നിങ്ങളോട് പറക എന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമേറിയ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാണ് ഈ ദൈവിക ദൂതുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ എത്തുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളോട് ഏറ്റവും അടുത്തടുത്ത് വരുന്ന ആ വലിയ പ്രശ്നക്കാരനായ ശത്രുവിനെ, ആ വലിയ പ്രോബ്ലത്തെ നിങ്ങളുടെ മുമ്പിൽ കാലിടറി വീഴുമാറാക്കുന്നൊരു ദൈവപ്രവൃത്തി കാണാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. കർത്താവ് കണിശമായിട്ടും അത് ചെയ്യും. ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവും അത്യുന്നതനുമായ യേശു ക്രിസ്തുവിൻ്റെ ഏറെ ബഹുമാനിതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. സങ്കീർത്തനം 27:2. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ചിലതൊക്കെ നിന്നോട് അടുക്കും എന്ന യാഥാർത്ഥ്യത്തെ ദൈവത്തിൻ്റെ വചനം നിരാകരിക്കുന്നില്ല. അതിതീവ്രമായ പ്രതികാരദാഹത്തോടെ നിങ്ങളുടെ നിലനിൽപ്പിന് നേരെ ചിലരൊക്കെ ഒത്തുചേരും എന്നുള്ള യാഥാർത്ഥ്യവും ദൈവവചനം ഇല്ല എന്ന് പറയുന്നില്ല. ശത്രു നിനക്കെതിരെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരും എന്നുള്ള കാര്യവും ബൈബിൾ ഇല്ല എന്ന് പറയുന്നില്ല. ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിൻ്റെ പരിണിത ഫലവും പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ദൈവവചനം നിങ്ങളുടെ ജീവിതത്തെ നോക്കി കൃത്യമായി പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഇതേ നടക്കത്തുള്ളൂ. ആ വേദഭാഗമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് തന്നത്. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ, അവരുടെ കൈകളിൽ ഇരിക്കുന്ന തന്നെ ദുഷ്ടകർമ്മങ്ങളാണ്. അത് നേരിട്ടുള്ള പോരാട്ട മേഖലകളുണ്ട്. വാക്ശരങ്ങൾ കൊണ്ട് നിന്നെ തീർക്കാനുള്ളതായ പദ്ധതികളുണ്ട്. കായികമായിട്ട് നിന്നെ തോൽപ്പിക്കാനുള്ള പ്ലാനുകളുണ്ട്. നിയമപരമായിട്ട് നിന്നെ പൂട്ടാനുള്ള പരിപാടിയുണ്ട്. നിന്റെ സമ്പത്തിനെയും സ്വസ്ഥതയും ബന്ധിക്കാനുള്ള അദൃശ്യമായ ചില നിഗൂഢ പരിപാടികളുണ്ട്. ചില മാന്ത്രിക കർമ്മങ്ങളുണ്ട്. ഇങ്ങനെ പലവിധമായിരിക്കുന്ന പദ്ധതികളെ ഒരുക്കി എങ്ങനെയും നിന്നെ കീറണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കടിച്ച് കീറി വേട്ടയാടുന്ന ഒരു ക്രൗരമുഖമുള്ള ഒരു മാംസഭുക്കായ വലിയ മൃഗത്തെ പോലെ, ഒരു വന്യമൃഗത്തെ പോലെ നിന്നെ കടിച്ചു കീറാനുള്ള ലാഞ്ചനയോടുകൂടെ ഇറങ്ങിയിരിക്കുന്ന ശത്രുവിനെ നോക്കിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നിന്റെ മാംസം തിന്നാൻ അത് നിന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. പിശാചിന് കാലിടറുമെന്ന്, നിന്നെ എതിർക്കുന്നവർക്ക് കാലിടറുന്ന ദിനമാണിതെന്ന് ജീസസ്. അപ്പോൾ തന്നെ വേദപുസ്തകം ശക്തമായി പറയുന്നു, നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിന്നോട് ഓരോ നാഴിക കഴിയും തോറും അടുത്തടുത്ത് വരുന്ന ചില വല്ലാത്ത വെല്ലുവിളികളെയും കോളിളക്കം നിറഞ്ഞ ചില വിഷയങ്ങളെ നോക്കി പതറി പരിഭ്രമിച്ച് നിൽക്കുന്ന കർത്താവിന്റെ പൈതലേ, നിന്നോടാണ് ദൈവാത്മാവ് ശക്തമായി പറയുന്നത്. നിന്റെ മാംസം തിന്നാൻ നിന്നോട് അടുത്തു വരുന്ന ആ ദുർശക്തികൾ, ആ ദുഷ്ടന്മാർ നിന്റെ അടുക്കലെത്തി നിന്റെ നേരെ വാവിളർക്കുന്നതിന് മുൻപേ അത് ഇടറി വീഴുന്ന ഒരു കാഴ്ച നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുകയാണ്. ദൈവവചനം പറയുന്നു, നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. Hallelujah. Thank you, Jesus.
അനേകരുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് അതിശക്തമായ ദൈവകൃപയുടെ വ്യാപാരം നടക്കുകയാണ്. ആത്മശക്തിയുടെ ഒരു പകർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. മാനസികമായി വളരെ പതറിപ്പോയ അനേകർ ദൈവത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ കരുത്തരായി തീരുന്ന നിമിഷമാണ്. നിന്റെ അരമുറുക്കിക്കൊണ്ട് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയം. നിന്റെ ശത്രുവിന്റെ പതനമാണിത്, നീ വീഴുന്നതിനുമല്ല. നിനക്കെതിരെയുള്ളതായ ഗൂഢപദ്ധതികൾ പൊളിയുന്ന ദിവസമാണിത്, നിന്റെ തല താഴ്ന്ന പകലല്ലിത്. ജീസസ്, ദൈവം നിന്നെ അഭിമാനത്തോടുകൂടെ നിർത്താൻ തീരുമാനിച്ചിരിക്കെ നിന്റെ നിലനിൽപ്പിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഏത് വ്യക്തിയെയും ഈ തിരുവെഴുത്ത് പ്രകാരം അവന്റെ ഭാവിയെ ഞാൻ പ്രവചിക്കുന്നു. നിന്നോടടുക്കുമ്പോൾ അത് വീണിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 നാം കടന്നു വരുമ്പോൾ ആ 14, 15, 16, 17 വചനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരുവൻ നിന്നോട് വഴക്ക് കൂടിയാൽ അതെന്റെ ഹൃദയപ്രകാരമല്ല, കലഹം കൂടിയാൽ അത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. അടുത്ത വാക്ക്, ഒരുത്തൻ നിന്നോട് കലഹം കൂടിയാൽ, നിന്നോടൊരുവൻ വഴക്കിന് വന്നാൽ അവൻ നിന്റെ നിമിത്തം വീഴും. നിനക്ക് നേരെ കലഹിച്ചു എന്നുള്ള കാര്യത്താൽ, നിനക്ക് നേരെ അരുതാത്തത് പലരും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ നിലനിൽപ്പ് താറുമാറായി പോകുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരുത്തൻ നിന്നോട് കലഹം കൂടിയാൽ അത് എൻ്റെ ഹൃദയപ്രകാരമല്ല. ചില വഴക്കുകളെ നോക്കി ചിലർ ചോദിക്കും, ദൈവം എന്തിനാ ഇത് എൻ്റെ ജീവിതത്തിന് അനുവദിക്കുന്നേ? ദൈവഹിത പ്രകാരമല്ലെന്നേ. ജീസസ്, ഒരുത്തൻ നിന്നോട് കലഹം കൂടുന്നെങ്കിൽ അതെൻ്റെ ഹിതപ്രകാരമല്ല. ഒരുവൻ നിന്നോട് കലഹം കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. അടുത്ത വാക്ക്, തീക്കനലൂതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആയുധമാണോ കൊല്ലനാണോ വലുത്? നമുക്കറിയാം, കൊല്ലനാ വലുത്. കാരണം ഒരു കൊല്ലനുണ്ടെങ്കിൽ എത്ര ആയുധങ്ങൾ വേണമെങ്കിലും നിർമ്മിക്കാം. അപ്പോൾ ആയുധത്തെക്കാൾ വലുത് കൊല്ലനാ. ദൈവവചനം പറയുന്നു, കർത്താവ് നിന്നോട് പറയുന്നു, ആയുധത്തെക്കാൾ ഉപരി കൊല്ലൻ ആണ് വലുതെങ്കിൽ കൊല്ലനെ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊല്ലനെ പണിതവൻ ഞാനാണ്. അടുത്തത്, കൊല്ലനൊരു ആയുധം സൃഷ്ടിച്ചെന്ന് തന്നെ ഇരിക്കുക, അവനൊരു ആയുധം പണിതെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആയുധം പ്രയോഗിക്കുന്ന യോദ്ധാവിനെ, സംഹാരകനെയും ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആയുധം മെനയുന്ന കൊല്ലനെയും അത് പ്രയോഗിക്കുന്ന വ്യക്തിയെയും എൻ്റെ ദൈവത്തിൻ്റെ കരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ശക്തമായി ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ജീസസ്, ഫലിക്കുകയില്ല. ചില ആയുധങ്ങളുമായി നിങ്ങൾക്ക് നേരെ പോർവിളികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ചിലരുടെ കയ്യിലെ ആയുധങ്ങൾ നിന്നെ വീഴിക്കാൻ പോരെന്ന് തെളിയുന്ന പകലാണിത്. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ അത് ആധികാരികമായി പറയട്ടെ, ചിലരുടെ കൈവശം നിന്നെ പൂട്ടാനുള്ളത് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിന് കോട്ടം വരുത്താൻ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് നിന്നെ വീഴിക്കാൻ ദുഷ്ടന്റെ കയ്യിലിരിക്കുന്ന ആ കാര്യങ്ങളൊന്നും പോരാ 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 എന്ന് ഇന്നത്തെ പകൽ പരിശുദ്ധാത്മാവ് തെളിയിക്കുമെന്ന് ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് ആലോചന പറയട്ടെ. എൻ്റെ ശത്രുക്കളായിരിക്കുന്നവർ എൻ്റെ മാംസം തിന്നാൻ അടുക്കുമ്പോൾ, ആ വചനം അങ്ങനെയാണ്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു സാഹചര്യത്തിലേക്കൊന്ന് അല്പനേരം കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി മരണത്തിന് വേണ്ടി സന്നദ്ധനാകുന്ന സമയത്തിന് തൊട്ടു മുൻപ് ഗത്സമന തോട്ടത്തിൽ യേശു ഒരു പ്രാർത്ഥനയ്ക്കായി പ്രവേശിച്ചു. ആ പ്രാർത്ഥന മണിക്കൂറുകൾ നീണ്ടു. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രക്തം വിയർത്തു പ്രാർത്ഥിച്ചത്. യേശു നിലത്ത് കവിണ്ണു വീണു പ്രാർത്ഥിച്ചു. എബ്രായ ലേഖനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെയായിരുന്നു കർത്താവിൻ്റെ ഗത്സമനിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ നടുവിൽ യേശുവിനെ ബലപ്പെടുത്തുവാൻ ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഗത്സമന തോട്ടത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുവാൻ തുടങ്ങുന്ന സമയത്ത് യേശുവിനെ പിടിക്കുവാൻ ഏകദേശം 100-200ഓളം പട്ടാളക്കാർ ആ ഗത്സമന തോട്ടത്തിലേക്ക് പെട്ടെന്ന് കയറി വന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദ യേശുവിനെ ചുംബനം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു.
ആ കാണിച്ചു കൊടുത്തെങ്കിലും ആ രാത്രിയുടെ നിശബ്ദതയിൽ, അരണ്ട വെളിച്ചത്തിൽ അവർക്ക് യേശുവിനെ വ്യക്തതയോടുകൂടെ കാണുക ബുദ്ധിമുട്ടായിരുന്നതിനാൽ അവർ ചോദിച്ചു, ആരാണ് യേശു? ആരാണ് യേശു? യേശുവിനെ പിടിക്കാൻ, യേശുവിനെ നശിപ്പിക്കാൻ, യേശുവിനെ വകവരുത്തുവാൻ ഒരു കൂട്ടം പട്ടാളക്കാർ, റോമ പട്ടാളക്കാർ വന്നു നിൽക്കുകയാണ്. അവർ വന്നു നിൽക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നു, ആരാണ് യേശു? ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കർത്താവ് അതിനെ പ്രതിവചിച്ചു, ഞാനാകുന്നു. ഞാനാകുന്നു, ഞാൻ ആകുന്നു എന്ന് യേശു പറഞ്ഞ ആ സെക്കൻഡിൽ യേശുവിനെ പിടിക്കാൻ വന്ന പട്ടാളക്കാർ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ട് പുറകിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. യേശു ആരെയും തള്ളിയിട്ടില്ല, യേശു ആരെയും ചവിട്ടി വീഴ്ത്തിയില്ല, യേശു ആരെ ഉന്തിയിട്ടില്ല. യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ മൊമെന്റിൽ തൻ്റെ വചനത്തിന്റെ ശക്തിയാൽ തന്നെ പിടിക്കാൻ വന്നവർ താഴെ വീണു. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, നമ്മളുടെ വിമോചനത്തിന്റെ സമയം, നമ്മുടെ പാപവിമോചനത്തിന്റെ സമയമായപ്പോൾ നമ്മളെ പ്രതി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന നമ്മുടെ രക്ഷകനായ ദൈവം പണ്ട് മിദ്യാന്യ മരുഭൂമിയിൽ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്ന മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈ മണ്ണിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. പണ്ട് ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ദൈവ പൈതലെ, നിന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്, നിന്റെ നിലവിളി അവൻ കേൾക്കുന്നുണ്ട്. കണ്ണുനീര് കണ്ടാൽ, നിലവിളി കേട്ടാൽ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം അവൻ അന്നായാലും ഇന്നായാലും രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കും. ജീസസ്. അന്ന് ദൈവം മരുഭൂമിയിലെ മുൾപടർപ്പിലാണ് ഇറങ്ങിയത്. നമ്മൾ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് മരുഭൂമി. നമ്മൾ ആരും മരുഭൂമിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പൂന്തോട്ടത്തിലേക്കാണെങ്കിൽ നമ്മൾ പോകാൻ ഇഷ്ടപ്പെടും. മരുഭൂമിയിലേക്ക് കരയുന്നവനെ തേടി ദൈവം ഇറങ്ങിച്ചെന്നു. ഒരാമേൻ പറയണം. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമിയിൽ ദൈവം ഇറങ്ങും. ആരും വരാത്തയിടത്ത് വരുന്നവനാണ് എൻ്റെ കർത്താവ്. ആരും ഇറങ്ങി വരാത്ത നിന്റെ ജീവ സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്നവനാണ് എൻ്റെ യേശു. 2, അന്ന് ദൈവം ഇറങ്ങിയത് മുൾപടർപ്പിന്റെ മേലാണ്. ആരെങ്കിലും മുള്ളിൽ ഇറങ്ങി നിൽക്കാൻ തയ്യാറാകുമോ? കൂർത്തുമൂർത്ത മുള്ളിൽ ആരെങ്കിലും കാല് വെക്കുമോ? നോക്കൂ, അവിടുത്തെ പ്രമേയം അതല്ല എങ്കിൽ കൂടിയും ഇസ്രയേലിന്റെ ആ കാലഘട്ടത്തിലെ അരക്ഷിതാവസ്ഥയുടെ വ്യക്തമായ തെളിവാണ് മുള്ളെന്ന് പറയുന്നത്. അവർ മുള്ളുകളാൽ കുത്തി മുറിവേൽപ്പിക്കപ്പെടുന്നത് പോലുള്ള ഒരു സാഹചര്യത്തിലാണ്. തൻ്റെ ജനം മുള്ളുകളാൽ കുത്തുകളേൽക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ മിദ്യാന്യ മരുഭൂമിയിലെ മുൾപടർപ്പ് നമ്മളോട് പറയുന്നത്. തൻ്റെ ജനം കുത്തുകളേറ്റുകൊണ്ട് മുള്ളുകളാൽ കുത്തുന്നത് പോലെയുള്ള വേദനകളേറ്റ് ആ അടിമത്തത്തിന്റെ മണ്ണിൽ മരുഭൂമിയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അടിമത്തത്തിന്റെ മണ്ണിലായിരുന്നുവെങ്കിൽ ദൈവവും ദൂരെയുമായിരുന്നില്ല. ആ ദൈവിക സാന്നിധ്യവും വെളിപ്പെട്ടു നിൽക്കുന്നത് അതേ മുൾപടർപ്പിലാണ്. ദാറ്റ് മീൻസ് തൻ്റെ ജനം എവിടെ കഷ്ടം അനുഭവിക്കുന്നു അവിടെ ദൈവവും അവരുടെ കൂടെയുണ്ട്. നിന്നോടുകൂടെ കർത്താവുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് എൻ്റെ ദൈവം യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവുമായി ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന നിന്നെ ദൈവം നിരസിക്കത്തില്ലെന്ന് സങ്കീർത്തനം 51 നമ്മെ പഠിപ്പിക്കുന്നു. തകർന്ന മനസ്സുമായി ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ അത് ദൈവം കാണുന്നത് ഏറ്റവും ഉന്നതമായ ഒരു വഴിപാടായി, യാഗമായിട്ടാണ്. ആ കാഴ്ചയെ ദൈവം ഒരിക്കലും അവോയ്ഡ് ചെയ്യത്തില്ല. നിങ്ങൾ ദൈവിക രാജ്യത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഇന്ന് 10 ലക്ഷം രൂപ തരുന്നതിനേക്കാളും വലുതാണ് തകർന്ന മനസ്സുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്. ദൈവം അതിനെ വലുതായി കാണുന്നു. ദൈവത്തിന് അതിനെ റിജക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നമ്മളുടെ മറ്റ് കാര്യങ്ങളെ ദൈവം വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ നുറുങ്ങുന്ന ഹൃദയാവസ്ഥകളുമായി നാം ആ തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ മാറ്റിക്കളയാറില്ല, നമ്മളെ അവോയ്ഡ് ചെയ്യാറില്ല. ഇന്ന് നിങ്ങൾ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, കൊള്ളരുതാത്ത ഒരു ജീവിതമാണ് എൻ്റേതെന്നുള്ളതായ ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും, നിങ്ങൾ കടന്നു വരേണ്ട ഏറ്റവും ശക്തമേറിയ സ്ഥലമാണ് യേശു ക്രിസ്തുവിൻ്റെ സന്നിധാനം. കാൽവറി ക്രൂശിന്റെ മുൻപിലേക്ക് മടങ്ങി വരുന്നതിൽ നിങ്ങൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. അവിടെ ഏത് കള്ളനെയും ഏറ്റെടുക്കുന്ന ദൈവകൃപ വെളിപ്പെട്ടിരിക്കുന്നു. ഏത് മഹാഭാവിയെയും വിശുദ്ധനാക്കുന്ന ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ആരെയും ഏറ്റെടുക്കുന്ന
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ അവിടെ വിരിക്കപ്പെട്ടു നിൽക്കുന്നു. ആർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഹൃദയം ആ കാൽവറിയിൽ പിളർന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾ വരൂ, നിങ്ങൾക്കൊരു ജീവിതം തരാൻ ഒരുവനിതാ ജീവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളിനിയും പഴയപടി നിൽക്കണ്ട, നിങ്ങൾക്കും യേശുവിൽ പുതിയതാകാം. ഈ കർത്താവിൻ്റെ കൃപ നിങ്ങളെ വിളിക്കുന്നു. അങ്ങ് നോക്കൂ, പണ്ട് മരുഭൂമിയിൽ, മിദ്യാനി മരുഭൂമിയിൽ ഞാനാകുന്നുവെന്ന് മോശയോട് പറഞ്ഞ അതേ ദൈവത്തിൻ്റെ സ്വരം ഇപ്പോൾ ഗത്സമനിലും കേൾക്കാം. ആരാകുന്നു യേശു എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മറുപടി, ഞാനാകുന്നു. ഞാനാകുന്നുവെന്ന് അരുളി ചെയ്യുന്നവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ സൈനിക ശക്തികൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാനാകുന്നു എന്ന് അരുളി ചെയ്യുന്നവന്റെ മുൻപിൽ ആയുധബലങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഞാനാകുന്നു എന്ന് പറയുന്നവന്റെ വാക്കിന്റെ മുമ്പിൽ മതത്തിന്റെ അധികാരങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പത്രോസ് ഒരു വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്ത് വീഴ്ത്തത്തക്ക നിലയിൽ ഒരായുധപാടവം എങ്ങനെ തനിക്ക് കിട്ടി? സത്യത്തിൽ യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ വാക്കിന്റെ മുമ്പിൽ തൻ്റെ ശത്രുക്കൾ ഇടറി വീഴുന്ന മാത്രയിലാണ് പത്രോസ് ആയുധമെടുത്ത് പ്രയോഗിക്കുന്നത്. ചുരുക്കത്തിൽ അവരുടെ ആയുധങ്ങൾ നിസ്സഹായമായിരുന്നു. അവരുടെ സന്നാഹങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ വിലപ്പോയില്ല. ഒന്ന് ഞാൻ പറയാം, നീ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ എത്ര ബലമുള്ള ആയുധങ്ങൾ കൊണ്ടും നിനക്ക് നേരെ അടുക്കുന്നതും നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇടറി വീഴുന്ന കാഴ്ചയായിരിക്കും ദൈവ പൈതലെ നീ കാണാൻ പോകുന്നത്. ആയിരം സൈന്യങ്ങൾ നിനക്ക് നേരെ അണിനിരന്നാലും കർത്താവിൻ്റെ കുഞ്ഞെ, യേശുവിൻ്റെ കൂടെയാണ് നിന്റെ ഇന്നത്തെ നിലനിൽപ്പെങ്കിൽ നീ കാണുന്നത് നിന്റെ അന്ത്യമല്ല, നിന്റെ ശത്രുക്കൾ നിന്റെ മുമ്പിൽ ഇടറി വീഴുന്ന അത്ഭുത കാഴ്ചയായിരിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. നോക്കൂ, ഗത്സമനിൽ യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഇടറി വീണു. പിന്നെ എങ്ങനെ യേശുവിൻ്റെ ക്രൂശീകരണം നടന്നു? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അവര് കർത്താവിനെ ബലാത്കാരേണ കീഴടക്കുകയായിരുന്നില്ല. അവർക്കങ്ങനെ കീഴടക്കാൻ പറ്റത്തുമില്ലായിരുന്നു. യേശുവിനെ ബലാബലം നടത്തി കീഴടക്കാൻ പിശാചിനോ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ കഴിയത്തില്ല. എന്തിനേറെ പറയുന്നു, ആർത്തിരമ്പുന്ന കൊടുങ്കാറ്റുകൾ കടലിൽ നോക്കിയിട്ട് അവനെ മറിച്ചിട്ടില്ലല്ലോ. രാക്ഷസ തിരകൾ ആ രാത്രിയുടെ 4-ാം യാമത്തിൽ മാനമുട്ടെ ഉയർന്നിട്ടും ആ രാത്രിയിൽ യേശുവിനെ അത് മറികടന്നില്ലല്ലോ. ജീസസ് യേശുവിനെ മൂടാൻ അതിന് പറ്റിയില്ലല്ലോ. ഭൂമിയിൽ ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രമേൽ ശക്തനാണ് കർത്താവായ യേശു. ലോകത്തൊരായുധ ബലത്തിനും അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രമേൽ സർവശക്തനാണ് എൻ്റെ യേശു. ലോകത്തൊരു മാനുഷിക ഭരണകൂടങ്ങൾക്കും അധികാരങ്ങൾക്കും അവനെ സ്പർശിക്കാനോ അവൻ്റെ മുമ്പിൽ നിൽക്കാനോ പറ്റത്തില്ല. അത്രമേൽ അധികാര പരിപൂർണനാണ് എൻ്റെ യേശു. ഈ വാക്ക് യേശു തന്നെ ക്രൂശിക്കാൻ വിധി എഴുതാനിരിക്കുന്ന ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് മനുഷ്യരാ കാലഘട്ടത്തിൽ വിലയിരുത്തി പറഞ്ഞ പീലാത്തോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. അപ്പോൾ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ പരമാധികാരം പീലാത്തോസിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുമ്പോൾ, അതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്, ഭൂമിയിൽ യേശുവിനെ ദ്രോഹിക്കാനോ കൊല്ലാനോ തകർക്കാനോ കീഴ്പ്പെടുത്താനോ തക്കവണ്ണം പ്രാപ്തമായതൊന്നുമേയില്ല. പിന്നെ എങ്ങനെ യേശുവിൻ്റെ ക്രൂശീകരണം നടന്നു? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത കരങ്ങൾ അവർക്ക് മുമ്പിൽ ബന്ധിച്ചോ എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുക്കുകയായിരുന്നു. ആർക്കും കീഴടക്കാൻ കഴിയാത്തത്ര സർവശക്തിമാനായിരുന്നവൻ മനുഷ്യന്റെ ബന്ധനങ്ങളിലേക്ക് ദുർബലനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു.
എൻ്റെ യേശു സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം. അവൻ്റെ ശക്തി അപാരമാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് തൻ്റെ മരണത്തിൻ്റെ പരിണിത ഫലമായി ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്നവരോട് ഞാൻ ആധികാരികമായി പറയട്ടെ, നിനക്ക് പകരം യേശു സഹിക്കേണ്ടതെല്ലാം സഹിച്ചിരിക്കൊണ്ട് നീ ഇനി ഈ ദോഷങ്ങളൊന്നും ചുമക്കണ്ട. നിനക്ക് ഈ ഗതികേടും ബുദ്ധിമുട്ടും വരാതിരിക്കേണ്ടതിന് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അതിനെ ചുമന്നൊഴിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഇന്നത്തെ ഈ ഒരു ദിവസം നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളി മുഴക്കിയിട്ടുള്ള ചില വ്യക്തികളുടെ വാക്ക് കേട്ട് പേടിച്ചിരിക്കുന്ന ചില മനുഷ്യരെ കർത്താവിനെ കാണിക്കുന്നു. ഇന്ന സമയം നിന്റെ കാര്യത്തിനകത്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ശത്രുവിൻ്റെ ഭീഷണികളുടെ മുമ്പിൽ പരിഭ്രമിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ, നിന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന എന്താണ് നിന്റെ മേൽ നടക്കാൻ പോകുന്നതെന്നൊരു അഭിഷക്തൻ ഇതേ പ്രവചിച്ചു പറയുന്നു. നിന്നെ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി മുഴക്കിയിരിക്കുന്ന ഏത് ദുഷ്കർമ്മിയായാലും നിന്നെ വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നിന്നെ പ്രതി അവൻ പരാജയപ്പെടാൻ പോകുകയാണ്. ജീസസ് ക്രൈസ്റ്റ് 1000 പേരോട് പൊരുതി ജയിച്ച അനുഭവ പാഠവമുള്ള പോരാളിയായാലും നിന്നോട് മുട്ടിയാൽ അവനിന്ന് വീണിരിക്കും. കാരണം നീ നിൽക്കുന്നത് നിന്റെ ബലത്തിലല്ല, ഈ വചനത്തിൻ്റെ ബലത്തിലാണ്. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ആ വീഴുന്നവരുടെ എണ്ണം 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. തീർത്തേക്കാമെന്നുള്ള നിലയിൽ, നിന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്നുള്ള നിലയിൽ ആയുധങ്ങളുമായി അലറി ഓടി അടുക്കുന്നത് 10,000-ങ്ങളായാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് വീഴാനുള്ള ഓട്ടമാണ്, വാഴാനുള്ള ഓട്ടമല്ല. നീ വാഴും, നിന്റെ ശത്രു വീഴും. ഇതൊരു ദൂത, മുറുകെ പിടിച്ചോണം. ദൈവ പൈതലെ, നീ വാഴും, നിന്റെ ശത്രു വീഴും. നിന്നെ നിന്ദിച്ച ചില നിന്ദകളെ നോക്കി ഞാൻ പറയുന്നു, ആ നിന്ദകൾ, അതിൻ്റെ കാരണമായതെല്ലാം ഇന്ന് വീഴും. നിന്റെ മാന്യതയിൽ ദൈവം നിന്നെ വാഴിക്കും. ഓ ജീസസ്. ചില ദുരിതങ്ങൾ ഇന്നത്തോടെ വീഴും, ചില സൗഭാഗ്യങ്ങളിൽ നീ വാഴാൻ തുടങ്ങും. പരിശുദ്ധ ആത്മാവ് നിന്നെ വാരിപ്പുണർന്ന് പറഞ്ഞു നൽകി നിന്നെ ബലപ്പെടുത്തുന്ന ദൈവാലോചനയുടെ ആഴത്തിലാണ് ഇപ്പോൾ നീ സന്തോഷിച്ചുകൊണ്ട് ഈ ദൂത് കേൾക്കുന്നത്. അതെ, നിന്റെ ശത്രുവിന്റെ പതന ദിനമാണിത്. ഇത് നിന്റെ തല ഉയർത്തുന്ന അനുഗ്രഹീത ദിവസവുമാണ്. നമ്മൾ ആത്മാവിൽ ഒന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പാ, യേശുവിന്റെ അധികാരമുള്ള വലിയ നാമത്തിൽ അങ്ങയുടെ പൊന്നുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിന് നേരെ ഘടകവിരുദ്ധമായി തിരിഞ്ഞുകൊണ്ട് ഇവരെ ഏത് വിധേനയും നശിപ്പിക്കണമെന്നും തീർത്തു കളയണമെന്നും ദേശത്തുനിന്ന് പറിച്ചെറിയണമെന്നും ആ ജോലിയിൽ നിന്ന് ഇവരെ തെറിപ്പിക്കണമെന്നുമുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ ഇവർക്കും നേരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സകല വൈരികളെയും ബദ്ധവൈരികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ ഇവർ കേട്ട ദൈവവാഗ്ദത്തത്തിന്റെ ആജ്ഞാശക്തിക്ക് മുൻപിൽ അതിനെ കീഴടക്കുകയാണ്. മരിച്ചു കളഞ്ഞേക്കാം, എനിക്കിത് കേട്ട് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്കിതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സ്വയം ജീവിതം പര്യവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില മനുഷ്യരുടെ ഭീഷണി വാക്കുകൾക്ക് മുമ്പിൽ സ്വയം ഇല്ലാതാകാൻ ശ്രമിച്ചു വേദനയോടെ ഇന്ന് ഈ ദൈവാലോചന കേട്ടിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിന്റെ വിജയകരമായ ജീവിതത്തിന്റെ, സമൃദ്ധമായ ജീവിതത്തിന്റെ, ഐശ്വര്യമായ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ എന്റെ കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പരാജയങ്ങൾ ജയങ്ങളായി മാറട്ടെ. എല്ലാ തോൽവികളെയും അനുഗ്രഹങ്ങളായി, ഉയർച്ചകളായി ഞങ്ങൾ തിരിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിന്റെ കഷ്ടതകൾക്ക് മേൽ ദൈവത്തിന്റെ ശാശ്വത പരിഹാരം ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പാ, 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 അങ്ങയുടെ മക്കളെ ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. സർവൈശ്വര്യങ്ങളാലും ഇവർ നിറയും. മഹത്വം മുഴുവനും കർത്താവിന്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.
സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദൈവാലോചന വെറും ഒരു കേൾവിയല്ല, ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു. കണിശമായിട്ടും നിന്റെ ശത്രുവിൻ്റെ പതനം നീ കണ്ടിരിക്കും. തയ്യാറായിക്കോ? കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ കഴിഞ്ഞ് കോട്ടയത്ത് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. സമൃദ്ധമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. നാളെ ശനിയാഴ്ച പകലും രാത്രിയിലും കീഴ്വായ്പൂർ ഷാലോം ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൽ ആത്മീക ശുശ്രൂഷയിൽ ഞാൻ ദൈവവചനം സംസാരിക്കാൻ എത്തുന്നു. നിങ്ങളെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവോളം അനുഭവിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.